ഹലോ ഹായ്. ശരൺ വേണുഗോപാൽ ഡയറക്റ്റ് ചെയ്ത നാരായണീൻ്റെ മൂന്നാൺമക്കളായിട്ട് വരുന്നത് അലൻസിയർ, അതുപോലെ തന്നെ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്. മൂന്നാൺമക്കളിൽ ഏറ്റവും ഇളയതാണ് സുരാജ് വെഞ്ഞാറമൂട്, മൂത്തത് അലൻസിയർ, നടുക്കഷ്ണം ജോജു ജോർജ്. അപ്പു പ്രഭാകറാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ചെയ്തിരിക്കുന്നത് രാഹുൽ രാജ്, കഥ എഴുതിയിരിക്കുന്നത് ശരൺ വേണുഗോപാൽ തന്നെയാണ്. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ ട്രെയിലർ പോലും കാണാതെയാണ് സിനിമയ്ക്ക് പോയിട്ടുള്ളത്. ഒരു പ്രതീക്ഷയില്ല. ഒരു ഒരു ഫീൽ ഗുഡ് സിനിമ ആയിരിക്കാം, ഒരു സാധാരണ ഒരു ഫീൽ ഗുഡ് സിനിമ എന്നതിലുപരി വേറെ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പ്രതീക്ഷിക്കാതെ മനോഹരമായൊരു സിനിമ കണ്ടിറങ്ങി. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണെന്ന് അറിയോ എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ശരൺ വേണുഗോപാൽ എന്ന ഡയറക്ടറിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ എഴുത്താണ്. ഗംഭീരമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അടിപൊളി ഒരു സ്ക്രിപ്റ്റ്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിനെ എഴുതി വെക്കുന്നത് നല്ല ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടർ. വളരെ ചുരുക്കം കഥാപാത്രങ്ങളെ സിനിമയിലുള്ളൂ. അതുള്ളതൊക്കെ വളരെ ഒരു തറവാട്ടിലുള്ള ആ മൂന്ന് ആൺമക്കളും അവരുടെ ഫാമിലിയുമായിട്ടാണ്. അതിൽ ജോജു ജോർജ് മാത്രമാണ് വിവാഹം കഴിക്കാത്തത്. ബാക്കി രണ്ടുപേരും വിവാഹം ചെയ്ത് അവരുടെ ഫാമിലിയും കൂടി ഉണ്ട്. പിന്നെ അതിന് പുറത്തുള്ള ഒരു മൂന്നാല് കഥാപാത്രങ്ങളും അത്രയേ ഉള്ളൂ സിനിമയിൽ. അപ്പോൾ ഭയങ്കര ഡെപ്തുള്ള കഥാപാത്രങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ വെറുതെ എഴുതി വെച്ചത് മാത്രമല്ല ഡയറക്ടർ ചെയ്തിട്ടുള്ളത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരു ഡയറക്ടറുടെ ഒരു കോൺഫിഡൻസ് ആണ് ക്ലോസപ്പ് ഷോട്ട് വെക്കുക എന്നുള്ളത്. അത് അയാൾ ചൂസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്ക് മേലിലുള്ള ഒരു കോൺഫിഡൻസ് ആണ്. അത് വിജയകരമായിട്ട് വന്നിട്ടുണ്ട്. ക്ലോസപ്പ് ഷോട്ടുകളുടെ ബഹളമാണ്. കാരണം ഇവരൊക്കെ ഗംഭീര, ഈ ഡെപ്തുള്ള ക്യാരക്ടർ വെറുതെ എഴുതി സ്ക്രിപ്റ്റ് ആക്കി വെച്ചേക്കുന്നത് മാത്രമല്ല, ഡയറക്ടർ ഇവരെ പെർഫോം ചെയ്യാൻ അഴിച്ചു വിട്ടേക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്ലോസപ്പ് ഷോട്ടുകളിൽ ഇവരുടെ ഒരു ഈ ഇതിലുള്ള കഥാപാത്രങ്ങളുടെ ഒരു ഇമോഷൻ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. എന്താ പറയുക, തഴയപ്പെടുന്നവൻ്റെയും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള ഒരു ദേഷ്യവും സങ്കടവും ഹെർട്ട് ചെയ്യുന്ന കഥാപാത്രങ്ങൾ, അവരുടെയൊക്കെ ഒരു വികാരങ്ങളൊക്കെ ഗംഭീരമായിട്ട് പെർഫോമൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അതുകൊണ്ട് തന്നെ ശരൺ വേണുഗോപാൽ എന്ന ഡയറക്ടറിനേക്കാളും അദ്ദേഹത്തിൻ്റെ എഴുത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഗംഭീരമായ സ്ക്രിപ്റ്റ്, അതുപോലെ തന്നെ എന്താ പറയുക ഡയലോഗ്സും. ഇതിലെനിക്ക് ഏറ്റവും അധികം കണക്റ്റായ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ജോജു ജോർജിൻ്റെ കഥാപാത്രമാണ്. അദ്ദേഹം പറയുന്ന ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ ഇമോഷനൊക്കെ, ജോജു ഗംഭീര ഒരു പെർഫോമറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിസിക്ക് വെച്ച് അദ്ദേഹം ഒരു മാസ്, ഇപ്പോൾ പണി പോലെയുള്ള സിനിമകൾ അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകളുടെ ഒരു മാസ് പരിപാടി ചെയ്യുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള, ഇതിൽ ചെറിയൊരു റൊമാൻറ്റിക് സീനുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണുകൾ ചലിക്കുന്ന പരിപാടിയൊക്കെ ഗംഭീരമായിട്ട് വന്നിട്ട് ഗംഭീര പെർഫോമറാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയതും ഇഷ്ടപ്പെട്ടതുമായിട്ടുള്ള ഒരു ക്യാരക്ടർ ജോജുവിൻ്റെയാണ്. അതുപോലെ തന്നെ സുരാജും അലൻസിയറും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ ചുരുക്കം കഥാപാത്രങ്ങളുള്ളൂ. ഈ ചുരുക്കം കഥാപാത്രങ്ങളിൽ ഉള്ള അവരുടെ ഡെപ്തും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഒരു ഇമോഷൻ, അവരുടെ ഉള്ളിലുള്ള ഇമോഷൻ കാര്യങ്ങളൊക്കെ പ്രേക്ഷകനെ ഏറ്റവും കൂടുതൽ കണക്റ്റ് ആവുന്ന രീതിയിലാണ് എഴുതി വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ മേക്ക് ചെയ്തിട്ടുള്ളതും. സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ട് സ്കോർ 0 എന്ന് പറയേണ്ടി വരും. പല സ്ഥലത്തും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. സിനിമയിലൊരു ഒരു എന്താ പറയുക, ഒരു 80% സീനുകളിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. സൈലന്റ് ആക്കിയാണ് ഇട്ടേക്കുന്നത്. പലപ്പോഴും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരു സീനിനെ എലിവേറ്റ് ചെയ്യാൻ, കുറച്ചും കൂടി മുകളിലേക്ക് എടുത്തു വെക്കാൻ കഴിയുന്ന ഒരു സംഗതിയായിട്ടാണല്ലോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കാണുന്നത്. പക്ഷേ ഇവിടെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെ പോലും പല സ്ഥലത്തും ആ സൈലൻസ് എന്ന് പറയുന്നത് നല്ല മനോഹരമാണ്. ആ സൈലൻസ് അവിടെ വരുന്നത് ഭയങ്കര മനോഹരമായിട്ട് തോന്നി. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലാതെ തന്നെയും ഒരു തരത്തിലും ലാഗില്ല, അല്ലെങ്കിൽ ഒരു ബോറടിക്കുന്നില്ല, മടുപ്പില്ലാതെ കണ്ടിരിക്കാം. 1 മണിക്കൂർ 53 മിനിറ്റ്, 2 മണിക്കൂറിൽ താഴെ ഉള്ളൂ സിനിമ. അത് തന്നെ ഒരു പോസിറ്റീവാണ്. സോങ്സ് എടുത്ത് പറയണം, രാഹുൽ രാജ് ഈ പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു സിനിമയ്ക്ക് ഇടയ്ക്ക് വരുന്ന സോങ്ങുകൾ നല്ല ബീറ്റോട് കൂടി പാട്ടിങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു സമയത്ത് ഒരു ഹൈ തരുന്നുണ്ട്. അതൊരു ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സിനിമ കുറേ കൂടി പൊളിറ്റിക്കലി എന്താ പറയുക, പൊളിറ്റിക്കലി ശരിയും ശരികേടും അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. ജാതി രാഷ്ട്രീയം അല്ലെങ്കിൽ മതവും, രണ്ട് മതത്തിൽപ്പെടുന്ന ആളുകൾ തമ്മിൽ വിവാഹം കഴിഞ്ഞിട്ട് അവരുടെ കുടുംബത്തിലുണ്ടായേക്കാവുന്ന കുറേ പ്രശ്നങ്ങൾ, സ്വത്ത് തർക്കം, അതുപോലെ തന്നെ ഇപ്പോഴുള്ള യുവാക്കളുടെ ഒരു എന്താ പറയുക, അവരുടെ ഉള്ളിലുള്ള ഒരു ഫയർ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. വെറുതെ ഫീൽ ഗുഡ് സിനിമ മാത്രമല്ല, പൊളിറ്റിക്കലി കണ്ടിരിക്കേണ്ട എന്നാൽ ചിന്തിക്കേണ്ടതായിട്ടുള്ള വിഷയം കൂടി കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമയാണ് നാരായണീൻ്റെ മൂന്നാൺമക്കൾ. ജോജുവിൻ്റെ ക്യാരക്ടർ പറയുന്ന കുറേ ഡയലോഗുകളുണ്ട്. അതൊക്കെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ജോജു ഒരു പലചരക്കടയിൽ നിൽക്കുമ്പോൾ
ഒരാൾ പലചരക്കട നടത്തുന്ന ഒരാളാണ് ജോജു. അപ്പോൾ ഒരാൾ ബ്രാഹ്മിൺസിന്റെ സാമ്പാർ പൊടിയോ മഞ്ഞൾപ്പൊടിയോ എന്തോ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ജോജു പറയുന്ന ഇവിടെ എല്ലാവർക്കും ഉള്ള സാധനമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട ഒരു സാധനമാണ്. അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ക്ലോസപ്പ് ഷോട്ടുകൾ ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് ഇതിലെ വൈഡ് ഫ്രെയിമുകൾ. ഒരു ഗ്രാമത്തിൽ നടക്കുന്ന മലബാറിലെ ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. ഒരു തറവാടും ആ തറവാട്ടിലെ 3 ആൺമക്കളും. അപ്പോൾ ആ തറവാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ ഗ്രാമത്തിലെ വിഷ്വൽസ്, എന്താ പറയുക, ഒരു കുളക്കടവും അവിടുത്തെ ഒരു അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് പടക്കം പൊട്ടുന്നതും അങ്ങനത്തെ കുറേയൊക്കെ പരിപാടി, വെടിക്കെട്ടിൻ്റെ പരിപാടി, അങ്ങനത്തെ കുറേ പരിപാടികൾ നല്ല വൈഡ് ഫ്രെയിമുകളിൽ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ ആ ബ്യൂട്ടിഫുൾ ഫ്രെയിം എന്ന് നമുക്ക് പറയാൻ തോന്നും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്താ പറയുക സിനിമ. അതിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള പ്രമേയവും അതുപോലെ തന്നെ ടെക്നിക്കലി കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളും ഡയലോഗ്സും സ്ക്രിപ്റ്റും എല്ലാം കൊണ്ടും എനിക്ക് വർക്കായിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് പറയാൻ അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ അങ്ങനെ തോന്നുന്നില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ചിലപ്പോൾ ഒരു പക്ഷേ ഒരു സ്ലോ പേസ് സിനിമകൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഫീൽ ഗുഡ് സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന, സ്ലോ സ്പേസ് എന്ന് പറയുമ്പോൾ ഭയങ്കരമായ സ്ലോ അല്ല ഉദ്ദേശിച്ചത്, നമുക്ക് മടുപ്പിക്കുന്നൊന്നുമില്ല, ബോറടിക്കില്ല, ആകടി അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഫീൽ ഗുഡ് സിനിമകളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ മസ്റ്റ് വാച്ച് തിയേറ്ററിൽ കാണാം. ഒരു ഭയങ്കര ഒച്ചപ്പാടൊക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ്, ഭയങ്കരമായ ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈൻമെൻറ്റ് മാത്രം ആഗ്രഹിച്ചു പോകുന്ന ആളുകൾക്ക് എത്രത്തോളം ഈ സിനിമ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് പ്രതീക്ഷിക്കാതെ സർപ്രൈസ് ആയിട്ട് ഒരു നല്ലൊരു സിനിമ കാണാൻ കഴിഞ്ഞതിൽ ഒരു തൃപ്തി എനിക്കുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മളുടെയൊക്കെ ഒരു വീടുകളിൽ, നമ്മുടെ അടുത്തറിയാവുന്ന വീടുകളിലൊക്കെ സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്. നമുക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സാധാരണക്കാരന് കണക്റ്റ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെയൊക്കെ ആരെങ്കിലുമൊക്കെ വളരെ വയസ്സായി മരണത്തെ കിടക്കയിൽ കിടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ മരിച്ച് ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് കിടക്കുന്ന ചില ആളുകൾ ഉണ്ടാവുമല്ലോ, കാരണവന്മാരെ. അപ്പോൾ അതും അതിന് ചുറ്റുപറ്റി കിടക്കുന്ന തിരക്കുകളുള്ള മക്കളുടെയൊക്കെ ഒരു ലൈഫും അവരുടെ ഉള്ളിലുള്ള ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇവർക്ക് അമ്മ എന്നുള്ളൊരു ഇമോഷൻ ഉണ്ട് താനും. എന്നാൽ ഇവർ മരിച്ച് അതിൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞിട്ട് വേണം ഇവരുടെ ലൈഫിലോട്ട് ഇവർക്ക് പോകാൻ എന്നുള്ളൊരു, അതിൻ്റെ ഒരു രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യരുണ്ടല്ലോ, അതൊക്കെ നമ്മളുടെ ചുറ്റുപാടുള്ള ആളുകളുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളാണ്. പെർഫോമൻസിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും കണക്റ്റ് ആയ ഒരു ക്യാരക്ടർ ജോജുവിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ, ഏറ്റവും പെർഫോമൻസിൽ മുകളിൽ നിൽക്കുന്നത് ജോജുവിൻ്റെ തന്നെയാണ്. അദ്ദേഹം എല്ലാവരും ട്രീറ്റ് ചെയ്യപ്പെടുന്നത് ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ളൊരു രീതിയിലാണ് അദ്ദേഹം ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള എന്താ പറയുക, തഴയപ്പെടുന്നതിൻ്റെയും കളിയാക്കപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു ഫ്രസ്ട്രേഷനും ഒരു വേദനയൊക്കെ വളരെ ചുരുക്കം ഡയലോഗ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ചില എന്താ പറയുക മുഖത്തുള്ള ചില ഭാവങ്ങൾ കൊണ്ടും നമുക്ക് വളരെ നന്നായിട്ട് കണക്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ തോമസ് മാത്യു ഒരു ക്യാരക്ടർ ചെയ്യുന്നു, സുരാജിൻ്റെ മകനായിട്ടാണ് ചെയ്യുന്നത്. ഷെല്ലി ഒരു ക്യാരക്ടർ ചെയ്യുന്നു, സജിതാ മഠത്തിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ അനൻസിയറിന്റെ മകളായിട്ടൊരു പെൺകുട്ടി ഗംഭീരമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. എടുത്തു പറയേണ്ട പെർഫോമൻസ് ആണ്, നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയ ഒരു സിനിമയാണ് നാരായണീൻ്റെ 3 ആൺമക്കൾ. നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണെന്ന് രേഖപ്പെടുത്താം. അപ്പോൾ മറ്റൊരു സിനിമയായിട്ട് വീണ്ടും വരാം. ബൈ ബൈ.